तेरे ही सहारे सारे तारे चमके चमके रहते हैं। तू जो कभी जाए कौन सिखाए दिल की कैसे सुनते हैं। कभी जो मंजिल ना आसान रंजिश कोई दरमियां खत है जो तुझको लिखे शायद मिल ना सके। ഹേ ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ത്യയും ഇന്ത്യ ഫാമിലിയുടെയും വക എല്ലാവർക്കും ഈദ് മുബാറക്. ഈദ് ആയതുകൊണ്ട് തന്നെ നേരത്തെ നീക്കാന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ എത്ര മണിക്കാണ് കടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അങ്ങനെ വേഗം നീച്ചിട്ട് പിന്നെ ഞാൻ നേരെ സുബഹി നിസ്കരിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് മുബാറക് ഗായ്സ്. ഞാൻ രാവിലെ തന്നെ നീച്ചിട്ട് രാവിലത്തെ ഒരു മന്ദത്തിൽ ഇത് മുബാറക് ടീം ആൻഡ് ഫാമിലി രാവിലെ തന്നെ നീച്ചിട്ട് ആ മന്ദത്തിൽ നിൽക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് കുറച്ച് കൊള്ളായി പിന്നെ തൊപ്പിട്ടു. തൊപ്പി പിന്നെ കൊണ്ടുവരണം. തൊപ്പി പിന്നെ നോക്കാം 5 പോലെ തന്നെ ഇനിയും ഒരു കളർ ഇത് ഒരു കളർ ഇത്. പിന്നെ നമ്മൾ പൊതിച്ചുപാട് നിസ്കാരം ഓതലൊക്കെ കഴിഞ്ഞു. ഇനി ക്ലീനിങ്ങിൽ കിടക്കാണ്. ഫസ്റ്റ് മുട്ടടിച്ചാലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ വീട്ടിൻ്റെ ഉള്ളിലത്തെ അടിച്ചു കിടക്കാൻ അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ റൂം മെയിനായിട്ട് ക്ലീൻ ആക്കാനുണ്ട്. അങ്ങനെ കുറച്ച് ക്ലീൻ ആക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കി കൂടെ ചെയ്യണം. അതിന് മുന്നേ ഞങ്ങൾ കോഫി കുടിക്കാൻ പോകാൻ. ഇതിപ്പോൾ ആരെയും കോഫി കുടിക്കാൻ ഷീ ഈസ് എ ടീ പേഴ്സൺ ആക്ച്വലി. പക്ഷേ ഞാൻ കോഫി ഉണ്ടാക്കാൻ പറഞ്ഞത് വേണം. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് പോയിട്ട് കാപ്പി ഉണ്ടാക്കാം. ഗുഡ് മോർണിംഗ്. കാപ്പി ഉണ്ടാക്കാം. അതിന് മുന്നേ അതിൻ്റെ ഒപ്പം കിച്ചൺ സീൻസ് എല്ലാം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതും കൂടെ കാണിക്കാം. ഓക്കെ. So guys, നമുക്ക് കോഫി ഉണ്ടാക്കാൻ പോവാം. നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ കോഫി ഉണ്ടാക്കൽ നല്ലോണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അല്ലാത്തപ്പോൾ ഞാൻ മോർണിംഗ് ആണ് കോഫി ഉണ്ടാക്കുക. പക്ഷേ നോമ്പാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. പിന്നെ നോമ്പൊറക്കൽ കഴിഞ്ഞാലും അങ്ങനെ കോഫി എന്ന് പറഞ്ഞ ടൈമൊക്കെ ഒന്നും തിരിയലില്ല. അപ്പോൾ പെരുന്നാളിന് രാവിലെ തന്നെ കാപ്പിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാപ്പി ഉണ്ടാക്കുക പറഞ്ഞപ്പോൾ തന്നെ ഒരാൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വേണം പറഞ്ഞിട്ട്. അങ്ങനെ ഞാനും ഇന്നും കൂടെ കാപ്പിയൊക്കെ ഇരുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നോമ്പൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഈത്തപ്പഴം ഇരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതും കാപ്പിയും കൂടെ ഇരുന്ന് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. എത്ര കുടിച്ചാലും ഒട്ടും എടുക്കാത്തൊരു ഡ്രിങ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കോഫി തന്നെക്കാരം. അതിപ്പോൾ കോൾഡ് കോഫി ആണെന്നുണ്ടെങ്കിലും ഹോട്ട് കോഫി ആണെന്നുണ്ടെങ്കിലും ഏതായാലും മതി. എന്താ അറിയില്ല, കോഫിനൊരു പ്രത്യേക ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ ഞങ്ങളെ കോഫി കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ മുട്ടടിച്ച് വരാൻ പോയിട്ടുണ്ടായിരുന്നു. മുട്ടടിച്ചോറിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെടികളും കൂടെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഗായ്സ്, നമ്മൾ ഫുൾ ക്ലീൻ ചെയ്തു. ചെടികളൊക്കെ നനച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗേറ്റിൻ്റെ അപ്പുറത്തേക്കും അടിച്ചൊരു തുടക്കമില്ല, അടിച്ചൊരിയിട്ടുണ്ട്. പിന്നെ ബാക്കി നമുക്ക് ഉള്ളിൽ ക്ലീൻ ചെയ്യാം. നമ്മൾ ഉള്ളിൽ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പം മോനൊക്കെ പള്ളിയിൽ പോകുന്നതുകൊണ്ട് തന്നെ ഒരിക്കൽ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യലും അതേപോലെ ഒരു രണ്ടാളും പള്ളി പോലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ക്ലീനിങ്ങിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. മോനൊക്കെ പള്ളിയിൽ പോകാൻ മാറ്റി ഒരുങ്ങി സെറ്റായിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ഓനക്കാണെങ്കിൽ വീഡിയോസ് ഞാൻ എടുക്കണമെന്നും ഇഷ്ടമല്ല. അതിൻ്റെ ഇടയിൽ എനിക്ക് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ എടുത്ത കുറച്ച് ക്ലിപ്സാണ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം. എന്നത്തെ പോലെ തന്നെ പുട്ടുണ്ട്. പുട്ടുപട പിന്നെ മാൻഡറ്ററി ആണ്. പിന്നെ ഇവിടെ ഇത് കുറച്ച് പണിയാണ്. ചിക്കൻ കറി. എല്ലാ പെരുന്നാളും പോലെ തന്നെ പുട്ടും ചിക്കൻ കറിയും പിന്നെ കട്ടൻ ചായ ആയിരുന്നു ഇന്നും ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യലും ഒരു പള്ളി പോലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. മിന്നു എല്ലാ ഭാഗവും ഒതുക്കി സെറ്റാക്കി തരും. ഞാൻ ബാക്കി അടിച്ചൊരു തുറക്കലും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മിന്നു ഓളെ ഡ്രസ്സ് അയൺ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കും ഈ ടൈമിൽ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഞാനാണെങ്കിൽ നല്ലോണം മറന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അങ്ങനെ മമ്മയും ഞാനും മിന്നും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഒപ്പമായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു.
रोते हो तुम जो हम घबराए थम क्यों जाती धड़कने സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈദിൻ്റെ അന്ന് മോർണിംഗ് എന്നൊക്കെ പറയുന്നത് എനിക്ക് ബേസിക്കലി ഭയങ്കര തിരക്ക് പിടിച്ചൊരു സംഭവമാണ്. കാരണം ക്ലീനിങ്ങും അല്ലാത്ത സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും അത്യാവശ്യം നല്ല ടൈമാവും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കുറച്ച് നേരത്തെ തന്നെ എല്ലാത്തിനും നിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച പോലെ എല്ലാതും സമയത്തിന് കഴിഞ്ഞു. വേഗം കഴിയാനുള്ള റീസൺ വേറെ ഒന്നുമല്ല, തലേ ദിവസം തന്നെ ഞാൻ മിക്ക എല്ലാ കാര്യങ്ങളും ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഇതിപ്പോൾ എന്താ വെച്ചെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് മമ്മ പാലുവീണ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തതാണ്. എൻ്റെ ഒരു അറിവിൽ ഇതെവിടെ ഇങ്ങനെ ഉണ്ടാക്കലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എന്തായാലും ഇതിൻ്റെ അന്ന് മോർണിംഗ് എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ എൻ്റെ കോസ്റ്റ് കൗണ്ടിങ് ബുക്കും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പ്രാവശ്യം ഇതിനൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജ്യൂസൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവിടെ മമ്മ പാല് പിന്നീട് സെറ്റാക്കിയിട്ടുണ്ട്. ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അയൺ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് മിനിറ്റാണ് ഇന്നലെ എല്ലാം ചെയ്യാൻ വിചാരിച്ചതായിരുന്നു. പക്ഷേ ടൈം കിട്ടിയില്ല. അപ്പോൾ വേഗം ചെയ്തതാണ്. പിന്നെ മിന്നുണ്ട് ഓൾറെഡി മിന്നു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമുക്ക് ബാക്കി ഔട്ട്ഫിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഫ്രഷ് ആയതിനു ശേഷം കാണിച്ചു തരാം. അങ്ങനെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാളും കൂടെ പെരുന്നാൾ നിസ്കാരമൊക്കെ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. ബൈ ദ വേ എൻ്റെ മിന്നുവിൻ്റെയും ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇതിലേക്ക് കോസ്റ്റ് കൗണ്ടിങ്ങിൻ്റെ ബുക്ക് അൺബോക്സ് ചെയ്യണം. ഞാൻ നേരത്തെ വന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ലെറ്റ്സ് അൺബോക്സ് നൗ. ഇതിൻ്റെ ഈ ഫിറ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ഡൗൺ. അതിൻ്റെ ഇടയിൽ എൻ്റെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബുക്കും കൂടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും കൂടെ ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അൺബോക്സ് ചെയ്ത്. ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ സമയം ഞാൻ അങ്ങനെ തന്നെ കളയും. പെരുന്നാളാണെങ്കിൽ പിന്നെ ഔട്ട്ഫിറ്റിൻ്റെ കുറച്ച് വീഡിയോസും ക്ലിപ്സൊക്കെ നിർബന്ധമാണല്ലോ. അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ റെഡിയായി ഗായ്സ്. മെലഞ്ചൻ ചൊക്ക് വെറുതെ കഴിയും. खत है जो तुझको लिखे शायद मिल ना सके खैर तू अब जो मिले सुन. ഗൈസ് പെരുന്നാളായിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് ഒരു ഫ്രണ്ട് വരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പം എൻ്റെ മാറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരത്തെ വർത്തമാനത്തിന് ശേഷം നമ്മൾ നേരെ പോയിട്ട് കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇതെന്താ വെച്ചെങ്കിൽ ഉച്ചക്കുള്ള ബിരിയാണിക്കുള്ള സാലഡും കാര്യങ്ങളൊക്കെ മമ്മ സെറ്റാക്കാണ്. സാലഡ് അതേപോലെ തന്നെ നമ്മൾ മഞ്ഞമുന്തിരി പറഞ്ഞിട്ട് ഉണ്ടാക്കും. അതെല്ലായിടത്തും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതും പിന്നെ പൈനാപ്പിൾ ഉപ്പിലിട്ട കാര്യങ്ങളൊക്കെ മമ്മ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ. എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഉണ്ടാക്കാത്ത 1-2 ഡിഷുകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങളോട് അതൊക്കെ ഉണ്ടാക്കലുണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ആക്കുക. ഇത് പിന്നെ മമ്മാൻ്റെ സ്പെഷ്യലായിട്ട് മാങ്ങൻ്റെ ഒരു റെസിപ്പി ഉണ്ട്. അതിൻ്റെ ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് റെക്കോർഡായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തായാലും ഇൻഷാല്ലാ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈനാപ്പിൾ ഉപ്പിലിട്ടതും കൂടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. सोचूं जो खुद को बिन तेरे कैसे चलेंगे सिलसिले तुमसे ही करता. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ കിച്ചണിലൊക്കെ ചുറ്റിപ്പറ്റി നിന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ബാങ്ക് കൊടുത്തപ്പോൾ നേരെ പോയി നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഉച്ചക്കലേക്കുള്ള ബിരിയാണി സ്പെഷ്യലായിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ ടേബിളിൽ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിൽ നിന്ന് സ്പെഷ്യലായിട്ടൊരു ഗസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഓൾക്ക് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കൂടെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമുക്ക് ബിരിയാണി എന്ന് പറയുന്നത് ഇന്നും വീക്ക്നെസ് ആണല്ലോ. സോ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നേ. മമ്മാൻ്റെ ബിരിയാണി എൻ്റെ അല്ലേലും ഫേവറേറ്റ് ആണ്. പക്ഷെ എന്നാലും പെരുന്നാളിന് കഴിക്കണത് വേറെ തന്നെ ഒരു രസമല്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ടേബിളും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ എവിടേക്കെങ്കിലും പുറത്തൊക്കെ പോകാമെന്നുള്ള പ്ലാൻ ഇട്ടത്. അതിൻ്റെ ഇടയിൽ മിന്നെടുത്ത കുറച്ച് ക്ലിപ്സാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ എടുത്ത കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ടാണല്ലോ വന്നത്, അതുകൊണ്ട് തന്നെ വലിയ വിശപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 2 ഫ്രൂട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ വർത്താനം പറിച്ചിലിനൊക്കെ ശേഷം ഓളോളെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫ്രൂട്ടി വാങ്ങി പറഞ്ഞല്ലോ, അതിൻ്റെ ഇടയിൽ ഞാനും മിന്നുവിനും മോനുവിനും കൂടെ ഫ്രൂട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പോയി വന്നിട്ട് ഞാൻ നേരെ അസർ നിസ്കരിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ഞാൻ ഫുഡോ കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളെ ഈദ് വ്ളോഗ് ഇവിടെ ഏകദേശം എൻഡ് ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.